രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ ഇരകളുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. ഗർഭഛിദ്രം നടത്തിയ പെൺകുട്ടി ഉൾപ്പെടെ മൊഴി നൽകിയേക്കും. മൊഴി നൽകാമെന്ന് ഇരകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സമ്മതിച്ചതായി വിവരം. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് രൂപീകരിക്കും. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് കൊടിക്കുന്നിൽ സുരേഷ് MPയും രംഗത്ത് വന്നു. രാഹുലിനെതിരെ എടുത്തത് കള്ളക്കേസാണെന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്. അത് നിയമപരമായി നേരിടേണ്ട വിഷയമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത്. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട്. കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളിൽ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് DGPക്ക് ലഭിച്ച പരാതികളിൽ കേസെടുക്കുന്നതിലെ സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. പിന്നാലെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് നേരിട്ട് തന്നെ ഈ കേസ് കൈമാറി കേസെടുക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്ത് സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇപ്പോൾ 6 പരാതി കിട്ടി. 6 പരാതിയിൽ നിലവിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി പരാതികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സംസ്ഥാന പോലീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 പ്രത്യേക സംഘങ്ങളെ തീരുമാനിച്ച് തിരുവനന്തപുരത്തും എറണാകുളത്തും 2 പ്രത്യേക സംഘങ്ങളെ തീരുമാനിച്ച് അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനം, പൊതുമധ്യത്തിൽ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിക്കും. ആർക്കെങ്കിലും ഡയറക്റ്റ് വിഷയത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തിയിട്ടായിരിക്കും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ ഇനിയുള്ള നീക്കം. മാത്രവുമല്ല, സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.